ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇത് ചിക്കനാണ് കേട്ടോ. അടിപൊളി ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനല്ല കേട്ടോ, ചേട്ടനെ കൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കിക്കുന്നത്. ഇതിൽ കുറച്ച് തൊലിയൊക്കെ ഉണ്ട്, അതൊക്കെ കളയാം കേട്ടോ. അത് തൊലി എനിക്കിഷ്ടമല്ല തൊലി. ആ തൊലിയൊക്കെ നമുക്ക് കളയാം. അത് തന്നെയല്ല, ഇത് വലിയ പീസാണ്, ഇത് ചെറുതാക്കി കൊണ്ടുവരണം. ഇത് എന്നാലേ ഇതിലെല്ലാം പിടിക്കുള്ളൂ. തൊലിയൊക്കെ കളഞ്ഞു തരാൻ പറഞ്ഞാലും അവർക്ക് ഇടക്കിടക്കൊക്കെ തൊലി ഉണ്ടാവും അതിനകത്ത്. അതുകൊണ്ട് ഇതേ 2 പീസാക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പീസാക്കിയാലേ പിടിക്കുള്ളൂ. പിന്നെ വാഷ് ചെയ്ത് കുറച്ച് വിനാഗിരി ഒഴിച്ച് കുറച്ച് നേരം വെക്കാം കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് എടുക്കാം. അതെ, അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിനി ഇത് കറിയാക്കാം. കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട്, സവാള ഇട്ടിട്ട്, മല്ലിച്ചീര പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ട്, തക്കാളി ഇട്ട് കൊടുക്കുക നമുക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. ചേട്ടനാണ് ഇത് ഉണ്ടാക്കണത്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, മസാലപ്പൊടി, ചിക്കൻ പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് ഉപ്പ് ഇട്ടിട്ട് നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ചേട്ടനാണ് ഈ കറി ഉണ്ടാക്കണത്. ചേട്ടൻ ഉണ്ടാക്കിയ കറി ഭയങ്കര ടേസ്റ്റാണ് ഈ കറി കേട്ടോ. പിള്ളേർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പിന്നെ വരുന്ന ഗസ്റ്റുകൾക്കും ഇഷ്ടമാണ് ഇവിടെ ചേട്ടൻ്റെ ചിക്കൻ കറി. സൂപ്പറാണെന്ന് പറയണം എല്ലാവരും. അപ്പോൾ ഇന്ന് ഏതായാലും വീഡിയോ പിടിക്കാനായിട്ട് ചേട്ടനെ കൂടെ ഉണ്ടാക്കിക്കാന്ന് ഓർത്തു. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. ചേട്ടൻ എനിക്ക് തോന്നണേ ആ കൈയിട്ട് ഇതാക്കൂല, അതാണ് ഇതിൽ ടേസ്റ്റ് എന്ന് തോന്നുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് ഗ്യാസിൽ വെച്ചിട്ടായി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിന് വേണ്ടത് ഇൻഗ്രീഡിയൻസ് എടുക്കാം കേട്ടോ. പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് നമുക്കൊന്ന് വാട്ടി കൊടുക്കാം. ഇത് നന്നായി ഇതൊന്ന് വാട്ടണം. ഇത് വാട്ടി നമുക്കിനി ഇതിൽ പൊടികളിടാം. മല്ലിപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല, ഇത്ര സാധനം ഇട്ട് നന്നായി ഒന്ന് മൂപ്പിക്കാം. പച്ചവണം മാറുന്ന വരെ മൂപ്പിക്കാം. മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചിക്കത്തിലോട്ട് എടുത്തിടാം. ഇത് അടിപൊളി കറി ആയിട്ടുണ്ട് കേട്ടോ. ഈ കറി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളി കറിയാണ് കറി. ചേട്ടൻ നന്നായി കറി വെക്കും കേട്ടോ. കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബ് തരാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് കുറച്ച് നേരം ഇത് മൂടി വെക്കാം കേട്ടോ. പിന്നെ ഒരു 2 നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഇട്ടാൽ കറി അടിപൊളിയാണ്. കറിയാണ് നല്ല ടേസ്റ്റാണ് കറി. ചേട്ടന് മടിയാണ് വെക്കാനായിട്ട്. പിന്നെ ഞങ്ങൾ നിർബന്ധിക്കുമ്പോഴാണ് ഇത് വെക്കുന്നത്. പിള്ളേർ പറയും അച്ഛൻ വെക്കുന്ന ചിക്കൻ കറി മതിയെന്ന്. കണ്ട, കറി സൂപ്പർ കറിയാണ്. കണ്ട. ഓക്കെ, ബൈ.